Unit 7 Accounting for Labor. നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയൽ ആൻഡ് ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ കോസ്റ്റിങ്ങും എങ്ങനെയാണ് ഇതിൻ്റെ കോസ്റ്റ് കാണാൻ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്നൊക്കെ പഠിച്ചു. ഇനി അടുത്തത് ലേബർ കോസ്റ്റിൻ്റെ അക്കൗണ്ടിങ് ആണ്. ലേബർ കോസ്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റിൻ്റെ ഓവറോൾ കോസ്റ്റിൻ്റെ മെയിൻ കോമ്പണൻസ് ആയിട്ട് വരുന്നതാണ് ലേബർ കോസ്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നല്ലൊരു ലേബർ വേജ് പേയ്മെൻറ്റ് സിസ്റ്റം നമ്മൾ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മൾ എങ്ങനെയാണ് ലേബർ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതൊക്കെയാണ് ഈ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മെത്തേഡ്സ് ഓഫ് വേജ് പേയ്മെൻറ്റ്. നമ്മളൊരു നല്ല വേജ് പേയ്മെൻറ്റ് സിസ്റ്റം ഫോളോ ചെയ്തിട്ടില്ല, നമ്മളെ പ്രോപ്പറായിട്ട് എംപ്ലോയീസിന് വേജ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ നമ്മളെ ബിസിനസ്സിനെ നമ്മളെ കമ്പനി വിട്ടിട്ട് അവർ വേറൊരു നല്ല നല്ല സാലറി കിട്ടുന്ന നല്ല വേജ് കിട്ടുന്ന വേറൊരു കമ്പനിയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പുതിയ ആൾക്കാരെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യണം. അതൊക്കെ നമുക്കൊരു ആഡഡ് കോസ്റ്റ് ആയിട്ടാണ് വരിക. അപ്പോൾ അത് കാരണം തന്നെ നമ്മളൊരു പ്രോപ്പറായിട്ടുള്ള വേജ് സിസ്റ്റം ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഒരു നല്ല വേജ് പേയ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ക്യാരക്ടേഴ്സാണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനകത്ത് ഫസ്റ്റ് വൺ, മിനിമം വേജ് ഫോർ ദി ടൈം. ഒരു വർക്കർ നമ്മളെ കമ്പനിയിൽ എത്രത്തോളം സമയം സ്പെൻഡ് ചെയ്യുന്നോ അതിനൊരു മിനിമം വേജ് നമ്മൾ എപ്പോഴും ഉറപ്പുവരുത്തണം. പിന്നെ നമ്മുടെ വേജ് പേയ്മെൻറ്റ് സിസ്റ്റം അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും നമുക്ക് മനസ്സിലാക്കാനും അത് കൊണ്ടുപോകാനും അത് കാൽക്കുലേറ്റ് ചെയ്യാനും എല്ലാത്തിനും സിമ്പിളായിരിക്കണം. കാരണം നമുക്ക് മാത്രം മനസ്സിലായപ്പോൾ അതായത് വേജ് പേയ്മെൻറ്റ് വേജ് സിസ്റ്റം അവിടുത്തെ കമ്പനിയിലുള്ള അഡ്മിനിസ്ട്രേഷൻ വിങ്ങിന് മാത്രം മനസ്സിലായപ്പോൾ അവർക്ക് കൂടെ മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം. അതായത് വർക്കേഴ്സിനും കൂടെ മനസ്സിലാവുന്ന രീതിയിലാവുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നും കൂടെ നല്ലതാണ്. എംപ്ലോയീൻ്റെയും ഇൻട്രസ്റ്റിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കും. അതായത് ഒരുപാട് സാലറി കൊടുത്തു കഴിഞ്ഞാൽ എംപ്ലോയീസിനൊരു ബുദ്ധിമുട്ടുണ്ടാക്കും. സാലറി കുറഞ്ഞു പോയാൽ എംപ്ലോയീസിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. അത് തന്നെ രണ്ടുപേരുടെ സാറ്റിസ്ഫാക്ഷനും നമ്മളവിടെ കൺസിഡർ ചെയ്യണം. ഫോർത്ത് വൺ, പ്രോപ്പറായിട്ടുള്ള സൂപ്പർവിഷനും കൺട്രോളും ഉണ്ടാക്കുന്ന രീതിയിൽ വേണം നമ്മുടെ വേജ് പേയ്മെൻറ്റ് നടത്താൻ വേണ്ടി. ഇപ്പോൾ ടൈം സിസ്റ്റം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ പ്രോപ്പറായിട്ട് അവർ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് തീർക്കണമെന്നില്ല. അവർ വെറുതെ അവരുടെ സമയം കളയുന്ന രീതിയിൽ ചിലപ്പോൾ വർക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമുക്കത് പ്രോപ്പറായിട്ടൊരു സൂപ്പർവിഷനും കൺട്രോളൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള ഒരു വേജ് പേയ്മെൻറ്റ് സിസ്റ്റം വേണം നമ്മൾ ഫോളോ ചെയ്യാനായിട്ട്. ദെൻ ഫിഫ്ത്ത് വൺ, എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരെയും ഇൻഎഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരെയും പേയ്മെൻറ്റിൽ വേണം ഡിസ്റ്റിങ്ഷൻ വരുത്താനായിട്ട്. അതായത് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൂടുതലായിട്ട് വേജ് കൊടുക്കുക, ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് അതേമാതിരി പേയ്മെൻറ്റ് കുറച്ച് കൊടുക്കുക. അങ്ങനെയുള്ള രീതിയിലൊരു ഡിസ്റ്റിങ്ഷൻ വെക്കണം. അല്ലെങ്കിൽ വർക്ക് ചെയ്യാത്ത ആൾക്കാർക്കും വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും ഒരേപോലത്തെ വേജ് പേയ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ വിചാരിക്കും ഓക്കെ വർക്ക് ചെയ്യാതിരുന്നാലും വേജ് ഒരേ മാതിരിയാണ്, വർക്ക് ചെയ്താലും ഒരേ മാതിരിയാണ്, അപ്പോൾ പിന്നെ ഞാനും വർക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളൊരു ചിന്ത വരും. അതുകൊണ്ട് ഒരു റീസണബിൾ ആയിട്ടുള്ള ഡിസ്റ്റിങ്ഷൻ ഉണ്ടാവണം എഫിഷ്യൻറ്റ് വർക്കേഴ്സിനും ഇൻഎഫിഷ്യൻറ്റ് വർക്കേഴ്സിനും. ദെൻ റിവാർഡ് എഫിഷ്യൻസി ബൈ അഡീഷണൽ പേയ്മെൻറ്റ്. എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് സ്റ്റാൻഡേർഡ് പേയ്മെൻറ്റ് അല്ലാതെ അതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും ഒരു പേയ്മെൻറ്റ് നടക്കണം. അപ്പോൾ അവർക്ക് കൂടുതൽ മോട്ടിവേറ്റഡ് ആയിരിക്കും വർക്കേഴ്സ്. ദെൻ സെവൻത്ത് വൺ, അവോയ്ഡ് ഡിസ്പാരിറ്റി. ഒരേപോലത്തെ വർക്ക് ഒരേപോലത്തെ ലെവലിലാണ് ജോലി ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു പേയ്മെൻറ്റിൻ്റെ ഡിഫറൻസ് വരാൻ പാടില്ല. അതായത് ഒരു സിമിലർ വർക്ക് ഒരേ മാതിരിയാണ് ചെയ്യുന്നത്, ഒരേ ലെവൽ ഓഫ് ആക്ടിവിറ്റി ആണോ ലെവൽ ഓഫ് ഓപ്പറേഷൻ എഫിഷ്യൻസി ഒക്കെ സിമിലർ ആണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് കൂടുതൽ പേയ്മെൻറ്റും ഒരാൾക്ക് കുറവ് പേയ്മെൻറ്റും കൊടുക്കാനായിട്ട് പാടില്ല. ദെൻ എയ്ത്ത് വൺ, ഇൻകോർപ്പറേറ്റ് ഫ്ലെക്സിബിലിറ്റി. നമ്മുടെ സാഹചര്യം ബിസിനസ്സിൻ്റെ സാഹചര്യങ്ങളും എല്ലാം മാറുന്നതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വേജ് പേയ്മെൻറ്റ് സിസ്റ്റം ആയിരിക്കണം നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇതാണ് 8 വേജ് പേയ്മെൻറ്റ് സിസ്റ്റം മെത്തേഡ് സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ നോക്കേണ്ട 8 കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി മെയിനായിട്ട് 2 വേജ് പേയ്മെൻറ്റ് മെത്തേഡ്സ് ആണുള്ളത്, ടൈം വേജ് പേ സിസ്റ്റവും പീസ് വേജ് സിസ്റ്റം. ഫസ്റ്റ് നമുക്ക് ടൈം വേജ് സിസ്റ്റം നോക്കാം. ടൈം വേജ് സിസ്റ്റം നമ്മൾ എങ്ങനെ ഫോളോ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു വർക്കർ നമ്മുടെ കമ്പനിയിൽ എത്രത്തോളം നേരം നമ്മുടെ ഫാക്ടറിയിൽ എത്രത്തോളം സമയം സ്പെൻഡ് ചെയ്തു എന്നുള്ളതിനനുസരിച്ചാണ് ടൈം വേജ് സിസ്റ്റം നമ്മൾ നോക്കുന്നത്. ഹീസ് പെയ്ഡ് അറ്റ് എ സ്പെസിഫൈഡ് റേറ്റ് പെർ യൂണിറ്റ് ഓഫ് ടൈം ഫോർ ഹിസ് സർവീസസ് റെൻഡേർഡ് ടു ദി ഓർഗനൈസേഷൻ. ഒരു വർക്കർ നമ്മുടെ ഓർഗനൈസേഷന് എത്രത്തോളം അയാളുടെ സർവീസ് അവർ തന്നിട്ടുണ്ട് എന്നുള്ളതിനനുസരിച്ചായിട്ടാണ് നമ്മൾ വേജ് ഫിക്സ് ചെയ്യുന്നത്. ഇതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജോബിൽ ഒരു വർക്കർ എത്ര ടൈം സ്പെൻഡ് ചെയ്തു ഇൻറ്റു ദി റേറ്റ് പെർ യൂണിറ്റ് ഓഫ് ടൈം ഫിക്സ് ഫോർ പേയ്മെൻറ്റ്. അതായത് ആ ജോലിക്ക് വേണ്ടിയിട്ട് എത്ര രൂപയാണോ
ഒരു ഫിക്സ് ചെയ്തിട്ടുള്ളത്, ടൈമിന് വേണ്ടി ഫിക്സ് ചെയ്തിട്ടുള്ളത് അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ഇപ്പം ഒരു വർക്കർ 8 hours വർക്ക് ചെയ്തതെന്ന് വിചാരിക്കാം. 5 rupees പെർ അവർ റേറ്റിനാണ് ഫിക്സ് ചെയ്തതെന്നുണ്ടെങ്കിൽ അയാളുടെ ആ ദിവസത്തെ ടോട്ടൽ പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ 5 into 8, അതായത് 40 rupees ആ ദിവസത്തെ പേയ്മെൻറ്റ്. അങ്ങനെയാണ് ടൈം വേജ് സിസ്റ്റം നമ്മൾ അതിനകത്ത് ആ സിസ്റ്റത്തിൽ നമ്മൾ വേജ് ഫൈൻഡ് ചെയ്യാം. അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ, ഫിക്സഡ് മിനിമം വേജ്. എപ്പോഴും നമുക്കൊരു മിനിമം ആയിട്ടൊരു ഫിക്സഡ് വേജ് ഉണ്ടാവും. അതായത് ഇപ്പം ഒരാൾ കമ്പനിയിട്ട് വന്ന് അയാൾ പോകുന്നത് വരെ ഉള്ളൊരു സമയം, ആ സമയം അയാൾ അവിടെ വർക്ക് ചെയ്തതിനുള്ള ക്യാഷ് മിനിമം എങ്കിലും അയാൾക്ക് കിട്ടിയിരിക്കും. രണ്ടാമത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്, കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് സിമ്പിളാണ്, നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സിമ്പിളായിരിക്കും. തേർഡ് വൺ, സ്റ്റേബിൾ ആൻഡ് സെക്യൂർ ആണ്. അവർ വർക്ക് ചെയ്യുന്നത് അത്രയും സമയം അയാൾക്ക് ഉറപ്പായിട്ടും ആ സമയത്തിനുള്ള വേജ് കിട്ടിയിരിക്കും, ഒരേപോലെയുള്ളത് തന്നെയായിരിക്കും. അതായത് എത്ര ടൈം അയാൾ അവിടെ വർക്ക് ചെയ്ത് അതിനുള്ള സമയത്തിനുള്ളത് എപ്പോഴും ഒരേമാതിരി തന്നെ കിട്ടിക്കൊണ്ടിരിക്കും, വേരിയേഷൻ ഉണ്ടാവില്ല. ദെൻ ഫോർത്ത് വൺ, അവരുടെ എഫിഷ്യൻസി കൂട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം അവരുടെ സമയത്തിനാണ് അവിടെ പേയ്മെൻറ്റ് ചെയ്യുന്നത്, അല്ലാതെ പീസിനല്ല എന്ന് പറയുമ്പോഴത്തേനും അവർ കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സാധനം വേഗം തന്നെ ചെയ്ത് തീർത്തിട്ട് അല്ല ക്യാഷ് വാങ്ങിക്കുന്നത്, അവരെത്ര സമയം എടുക്കുന്നു എന്നുള്ളതിനാണ് ക്യാഷ് വാങ്ങിക്കുന്നത്. അപ്പം വേഗം ചെയ്ത് തീർക്കുമ്പോൾ ആ സാധനത്തിന് ക്വാളിറ്റിക്ക് ഒരു കോംപ്രമൈസ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം അത് കൂടുതൽ എഫിഷ്യൻ്റ് ആണ് ടൈം വേജ് സിസ്റ്റം. ദെൻ ഫിഫ്ത്ത് വൺ, ക്വാളിറ്റി. ഇപ്പോൾ നേരത്തെ ഒരു സെൻസ് ഓഫ് ഇക്വാലിറ്റി, യൂണിറ്റി ഉണ്ടാവും വർക്കേഴ്സിൽ. കാരണം പല ആൾക്കാർക്കും പല സ്പീഡൊക്കെ ആയിരിക്കും. അപ്പം എല്ലാവരും എത്ര സമയം സ്പെൻഡ് ചെയ്തു എന്നുള്ളതാകുമ്പോൾ അവരുടെ ഇടയിൽ ഒരു ഇക്വാലിറ്റി, യൂണിറ്റി ഉണ്ടാവും വർക്കേഴ്സിന് തമ്മിൽ. സിക്സ്ത് വൺ, എക്കണോമിക്കൽ സിസ്റ്റമാണ്. ബാക്കിയുള്ള വേജ് സിസ്റ്റം ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ എക്കണോമിക്കലാണ് ടൈം വേജ് സിസ്റ്റം. ദെൻ അതിന് ഡിസഡ്വാൻറ്റേജസ്. ഫസ്റ്റ് വൺ, ഇൻഡിവിജ്വൽ ക്വാളിറ്റിയോ ക്വാണ്ടിറ്റിയോ നമ്മളവിടെ നോക്കുന്നില്ല. അതായത് ഇപ്പോൾ ഒരു സാധനം, ഒരു വർക്ക് തന്നെ ഒരാൾ ചെയ്യാനായിട്ട് പല പല സമയമായിരിക്കും എടുക്കുക. അപ്പം അവിടെ നമ്മൾ ക്വാളിറ്റി പ്രോപ്പറായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല, അവരുടെ സമയം സ്പെൻഡ് ചെയ്തതിനകത്താണ് കൂടുതൽ കോൺസെൻട്രേഷൻ പോകുന്നത്. അപ്പോൾ ക്വാളിറ്റിക്ക് നമ്മൾ ഇഗ്നോർ ചെയ്യാണ്. ദെൻ സെക്കൻഡ് വൺ, പേഴ്സണൽ ഇനിഷ്യേറ്റീവ്. നമ്മൾ ഒരു ജോലി വേഗം തീർക്കാനുള്ള ഒരു വർക്കറിൻ്റെ ഒരു സ്വന്തമായിട്ടുള്ള തോന്നൽ അവിടെ ഇല്ലാതെ, കാരണം അയാൾക്ക് സമയത്തിനനുസരിച്ചിട്ടാണ് പേയ്മെൻറ്റ് വരിക, അല്ലാതെ അയാൾ തീർക്കുന്ന ജോലിക്ക് അനുസരിച്ചിട്ട് അല്ല. പിന്നെ തേർഡ് ഡിസഡ്വാൻറ്റേജസ്, എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സിനെ എല്ലാവരും ഒരേ മാതിരിയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ദെൻ ഫോർത്ത് വൺ, കോസ്റ്റ് ഓഫ് ലേബർ പെർ യൂണിറ്റ് കൂട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം അവർ കുറേ ടൈം എടുത്തിട്ടായിരിക്കും ഒരു ജോലി തന്നെ ചെയ്ത് തീർക്കുക. അപ്പം അവർക്ക് അത്രത്തോളം എക്സ്ട്രാ സമയം അവിടെ വേസ്റ്റ് ആവുകയാണ്. ആ സമയത്തിന് കൂടെയുള്ള പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കുകയും വേണം. അപ്പം ഒരു യൂണിറ്റ് ലേബർ പെർ യൂണിറ്റ് നമ്മൾ നോക്കിക്കഴിയുമ്പോഴത്തേനും നമ്മുടെ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർവിഷൻ. നമ്മൾ പ്രോപ്പറായിട്ടുള്ള സൂപ്പർവിഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആൾക്കാരുമേലേക്ക് ജോലി ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. അവർ വെറുതെ ടൈം വേസ്റ്റ് ആക്കാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. അതാണ് ടൈം വേജ് സിസ്റ്റത്തിൻ്റെ ഡിസഡ്വാൻറ്റേജ്. അടുത്തത് പീസ് വേജ് സിസ്റ്റം. പീസ് വേജ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഔട്ട്പുട്ടിൻ്റെ ബേസിസ് ചെയ്തിട്ടാണ് അവരെ വേജ് നമ്മൾ ഫിക്സ് ചെയ്യുക. ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്ര രൂപ, അങ്ങനെയുള്ള ഫിക്സ് ചെയ്തിട്ടാവും വരിക. ഇപ്പം ഒരു യൂണിറ്റ് ഷൂ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്ക് 5 rupees ക്യാഷ് എന്ന് വിചാരിക്കുക. അപ്പം അയാൾ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നോ മൾട്ടിപ്ലൈഡ് ബൈ ദി യൂണിറ്റ് റേറ്റ്, അങ്ങനെയാണ് നമ്മൾ വേജ് ഫൈൻഡ് ചെയ്യുക. ഫസ്റ്റ് അതിൻ്റെ അഡ്വാൻറ്റേജസ് നമുക്ക് നോക്കാം. അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർക്കേഴ്സിൻ്റെ എഫിഷ്യൻസിനെ മെറിറ്റിനനുസരിച്ചിട്ടാണ് നമ്മൾ വേജ് കൊടുക്കുന്നത്. ആര് കൂടുതൽ എണ്ണം ഉണ്ടാക്കുന്നു അവർക്കായിരിക്കും കൂടുതൽ വേജ്, നേരത്തെ മാതിരി സമയത്തിനനുസരിച്ചിട്ട് അല്ല. ദെൻ സെക്കൻഡ് വൺ, എഫിഷ്യൻ്റ് ആയിട്ടും നന്നായിട്ട് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന വർക്കേഴ്സ് ആരൊക്കെയാണ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. മൂന്നാമത്തേത്, കോസ്റ്റ് ഓഫ് കൊട്ടേഷൻസ്. നമുക്ക് കൊട്ടേഷൻ കൊടുക്കാനായിട്ടൊക്കെ നമുക്ക് ഈസി ആയിട്ട് സാധിക്കും പീസ് വേജ് സിസ്റ്റം ആണെങ്കിൽ. ദെൻ ഫോർത്ത് വൺ, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ദെൻ ഡിസഡ്വാൻറ്റേജസ്. ഫസ്റ്റ് വൺ, ക്വാളിറ്റി ഓഫ് ദി പ്രൊഡക്റ്റ്. ഇവിടെ നമ്മൾ എണ്ണത്തിനനുസരിച്ചിട്ടാണ്. അപ്പം അവർ മേ ബി ചിലപ്പോൾ വേഗം ഒരു സാധനം ചെയ്ത് തീർക്കുമ്പോഴത്തേനും അവരതിൻ്റെ ക്വാളിറ്റീനോട് അത്രയ്ക്ക് ബോധഡ് ആയിക്കോളുന്നില്ല വർക്കേഴ്സ്. അപ്പം അതിൻ്റെ ക്വാളിറ്റിക്ക് ഒരു കോംപ്രമൈസ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതാണ് ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ്. സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോങ് ടേം ഇൻട്രസ്റ്റ് വർക്കേഴ്സിന്
അവിടെ വർക്ക് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേഗം അവരുടെ ജോലി തീർക്കണം എന്നുള്ള ഒരു ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഒരു കമ്മിറ്റ്മെൻറ്റോ ഒരു ലോങ് ടേം ഇൻട്രസ്റ്റോ ഓർഗനൈസേഷനിൽ വരാനുള്ള ചാൻസ് കുറവായിരിക്കും. ദെൻ വർക്കേഴ്സ് ആർ അൺസെക്യൂർ ആൻഡ് അൺസർട്ടൈൻ. അവരെ പീസ് വേജ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ അവർക്കൊരു മിനിമം വേജിൻ്റെ ഒരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ വർക്കേഴ്സ് എപ്പോഴും അൺസെക്യൂർ ആയിരിക്കും. അതായത് ഒരാൾ മറ്റേ ആളെക്കാട്ടിലും കുറവാണോ, ഞാൻ മറ്റേ ആളെക്കാട്ടിൽ കുറവുണ്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ സാലറി കുറയുമല്ലോ, മറ്റേ ആൾ കൂടുതൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്കായിരിക്കുമല്ലോ കൂടുതൽ എഫിഷ്യൻസി, അവർക്കായിരിക്കുമല്ലോ കൂടുതൽ വേജ് കിട്ടുക, അങ്ങനെയുള്ളൊരു തോന്നലും ഒരു ഇൻസെക്യൂരിറ്റി ഒക്കെ ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ദെൻ ഫോർത്ത് വൺ ഡിസാറ്റിസ്ഫാക്ഷൻ എമംഗ് വർക്കേഴ്സ്. വേജിലുള്ള ഡിഫറൻസ് വരുമ്പോൾ അവർക്ക് ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ഫിഫ്ത്ത് വൺ സൂപ്പർവിഷൻ. ഒരു പ്രോപ്പർ സൂപ്പർവിഷൻ ഉണ്ടാവണം, ക്വാളിറ്റി ചെക്ക് ഉണ്ടാവണം, പ്രോഡക്റ്റ് എല്ലാം പ്രോപ്പറായിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്, അല്ല വെറുതെ എണ്ണം തയ്ക്കാൻ വേണ്ടിയിട്ടല്ല ഉണ്ടാക്കുന്നത് എന്നുള്ള പ്രോപ്പറായിട്ടുള്ളൊരു കണ്ടിന്യൂസ് സൂപ്പർവിഷൻ്റെ ആവശ്യം ഉണ്ടാവും. ദെൻ സിക്സ്ത് വൺ വേസ്റ്റേജ് ഓഫ് മെറ്റീരിയൽസ്. വേഗം ഉണ്ടാക്കാനുള്ള തിരക്കിനിടയിൽ ചിലപ്പോൾ കുറേ സാധനങ്ങളൊക്കെ വേസ്റ്റ് ആക്കി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ ലേബർ ഡിസിപ്ലിനുള്ള കുറവ്. ഇപ്പം വേഗം തീർക്കണം എന്നുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടെന്ന് നിർബന്ധമില്ല. അപ്പം ഇതൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് പീസ് വേജ് സിസ്റ്റം. അടുത്തത് ബാലൻസ് ഓഫ് ഡെത്ത് സിസ്റ്റം. ഇത് ടൈം വേജ് സിസ്റ്റത്തിൻ്റെയും പീസ് വേജ് സിസ്റ്റത്തിൻ്റെയും ഒരു കമ്പൈൻഡ് ആയിട്ടുള്ളതാണ് ബാലൻസ് ഓഫ് ഡെത്ത് സിസ്റ്റം എന്ന് പറയുന്നത്. അതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം പേയ്മെൻറ്റ്. ദി വർക്കേഴ്സ് ഈസ് പെയ്ഡ് ഓൺ ദി ബേസ് ഓഫ് പീസ് റേറ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. അയാൾ എത്ര പീസ് പ്രൊഡ്യൂസ് ചെയ്തോ അതിനനുസരിച്ചിട്ടുള്ള പേയ്മെൻ്റാണ് അവർക്ക് നമ്മൾ ഉറപ്പ് കൊടുക്കുന്നത്. അതായത് ഒരു ആൾ എത്ര പീസ് പേ ചെയ്തോ ഉണ്ടാക്കി അതിനനുസരിച്ചുള്ള പെർ യൂണിറ്റ് കോസ്റ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് അവർക്ക് എന്താണെങ്കിലും നമ്മൾ കമ്പൽസറി ആയിട്ട് കൊടുക്കും. ദെൻ റീകൂപ്മെൻറ്റ്. ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി ടൈം റേറ്റ് ആൻഡ് പീസ് വേജ് റേറ്റ് paid to the worker is treated as an extra payment to the recoup form his subsequent earnings when his piece rate wages are more than time rate wages. ഇവർക്ക് മിനിമം ആയിട്ട് അവരുടെ ടൈം അനുസരിച്ചിട്ടാണ് കൊടുക്കുക. ഈ സിസ്റ്റം എങ്ങനെ ഫോളോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം 8 മണിക്കൂർ വർക്ക് ചെയ്യുന്ന ആ ആൾ എത്ര പ്രൊഡ്യൂസ് കുറച്ച് ചെയ്താലും കൂടുതൽ ചെയ്താലും അവർക്ക് ആ ടൈമിനുള്ള ക്യാഷ് അവർക്ക് കമ്പൽസറി ആയിട്ടും അവർക്ക് കൊടുക്കും. അതല്ലാതെ ഇൻ കേസ് അയാൾ കൂടുതൽ എണ്ണം ഉണ്ടാക്കുന്നുണ്ട്, ഇപ്പം ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ 1 അവറാണ് എടുക്കണമെന്ന് വിചാരിക്കും. 8 മണിക്കൂർ വർക്ക് ചെയ്യുന്ന ഒരാൾ, ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ 1 അവർ ഉള്ള ഒരാൾക്ക് 50 റുപ്പീസാണെന്ന് വിചാരിക്കുക. ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് 50 റുപ്പീസാണെന്ന് വിചാരിക്കുക. അങ്ങനെ ആകുമ്പം 8 അവേഴ്സ് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് 8 × 50 400 റുപ്പീസാണ് ഒരു ദിവസം കൊടുക്കേണ്ടത്. അപ്പം ടൈം റേറ്റ് സിസ്റ്റത്തിനനുസരിച്ച് നമ്മളത് ഫിക്സ് ചെയ്യും. അതായത് 8 മണിക്കൂർ വർക്ക് ചെയ്യുന്നതായത് 400 റുപ്പീസ് നമ്മൾ കൊടുക്കും. പിന്നെ പീസ് റേറ്റും നമ്മളവിടെ കൊടുക്കും. അതായത് ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നതിന് 50 റുപ്പീസ് എന്ന് പറഞ്ഞിട്ട്. ഇൻ കേസ് അവരുടെ പീസ് വേജ് സിസ്റ്റമാണ്, പീസ് വേജിലുള്ള അവർ നോക്കുന്ന റേറ്റാണ്, പേയ്മെൻറ്റ് ചെയ്യേണ്ട റേറ്റാണ് കൂടുതൽ. അതായത് പെട്ടെണ്ണത്തിൽ കൂടുതൽ അയാൾ ആ 8 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾക്ക് പീസ് വേജിനനുസരിച്ചിട്ടായിരിക്കും പേയ്മെൻറ്റ് നടത്തുക. ഇൻ കേസ് അയാൾ 8 എണ്ണം പോലും ഉണ്ടാക്കാൻ അയാൾക്ക് സാധിച്ചില്ല എന്ന് വിചാരിക്കാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ടൈം റേറ്റ് സിസ്റ്റം വെച്ചിട്ടായിരിക്കും നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുക. അതായത് മിനിമം അയാൾക്ക് ഒരു ദിവസം 400 റുപ്പീസ് കിട്ടും. 8 പീസ് ഫോർ എക്സാമ്പിൾ ചെയറാണ് ഉണ്ടാക്കുന്നത് വിചാരിക്കാം. ഒരു ദിവസം 8 ചെയർസ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും അയാൾക്ക് 400 റുപ്പീസ് വെച്ച് കിട്ടും. അത് ടൈം റേറ്റ് സിസ്റ്റത്തിൽ ഫിക്സ് ചെയ്തതാണ്. ഇൻ കേസ് അയാൾ 8 എണ്ണത്തിൽ കൂടുതൽ ഉണ്ടാക്കി, ഇപ്പം 9 ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ എക്സ്ട്രാ 1 ഒരെണ്ണത്തിൻ്റെ കൂടെ എക്സ്ട്രാ ക്യാഷ് കിട്ടും. പീസ് വേജ് സിസ്റ്റത്തിനനുസരിച്ചാണ് കിട്ടുക. ഓക്കെ, അതായത് ഇപ്പോൾ ടൈം റേറ്റ് സിസ്റ്റമാണ് മിനിമം വേജിലായിട്ട് ഫിക്സ് ചെയ്ത് വയ്ക്കും. ഇൻ കേസ് അയാൾ കൂടുതലായിട്ട് എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് അതിൻ്റെ ബെനിഫിറ്റും കൂടെ കിട്ടും. അതായത് അവിടെ ഒരു എഫിഷ്യൻസിയും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്, ഒരാളുടെ മിനിമം പേയ്മെൻറ്റും കൂടെ നമ്മൾ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. അതാണ് ബാലൻസ് ഓഫ് ഡെറ്റ് സിസ്റ്റം. ദെൻ ഇൻസെൻറ്റീവ് പ്ലാൻസ്. ഇൻസെൻറ്റീവ് പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കും ഒരാൾക്ക് വേജ് കൊടുത്തതോടുകൂടി തീരുന്നില്ല. നമ്മളെ വർക്കേഴ്സിന് കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യാനും അവരെ കൂടുതൽ മോറൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഇൻസെൻറ്റീവ് പ്ലാൻസ് കൊടുക്കും.
നമ്മൾ ഇനി പേയ്മെൻറ്റ് ഔട്ട്സൈഡ് ഓഫ് ദി റെഗുലർ വേജ് ആണ് നമ്മൾ ഇൻസെൻറ്റീവായിട്ട് പറയുന്നത്. അതായത് റെഗുലർ വേജിന് പുറമേ നമ്മൾ എന്തെങ്കിലും ഒരു ബോണസ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഇൻസെൻറ്റീവ് പ്ലാൻസ്. ഇൻസെൻറ്റീവ് പ്ലാൻസിൻ്റെ ഫീച്ചേഴ്സാണ് ഫസ്റ്റ് ഒരു സ്റ്റാൻഡേർഡ് ടൈമും ഒരു സ്റ്റാൻഡേർഡ് പെർഫോമൻസും നമ്മൾ നേരത്തെ തന്നെ ഫിക്സ് ചെയ്ത് വെക്കും. നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കി ഫിക്സ് ചെയ്ത് വെക്കും. ദെൻ സെക്കൻഡ് വൺ ടൈം വേജസ് ആണ് ഗ്യാരണ്ടി ചെയ്യും. നമ്മളെല്ലാ വർക്കേഴ്സിനും ഇപ്പോൾ നേരത്തെ പോലെ ടൈം വേജ് സിസ്റ്റം നമ്മൾ ഗ്യാരണ്ടി ചെയ്ത് മിനിമം അവർക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ക്യാഷാണ് അത്. അതാണ് സെക്കൻഡ് ഫീച്ചർ. തേർഡ് ഫീച്ചർ എഫിഷ്യൻറ്റ് വർക്കേഴ്സിന് കൂടുതലായിട്ട് ഇൻസെൻറ്റീവ് കൊടുക്കും. അതായത് എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ബോണസ് ആയിട്ട് നമ്മൾ എക്സ്ട്രാ കൊടുക്കും. Then fourth one, wages per hour increases but not this in the same proportion as the output. നേരത്തെ ബാലൻസ് ഡെറ്റ് പേയ്മെൻറ്റ് സിസ്റ്റം പോലെ തന്നെ ഇവിടെ നമ്മൾ ഒരു അവറിനുള്ള വേജ് ഫിക്സ് ചെയ്ത് വെക്കും. പിന്നെ അവരുടെ എഫിഷ്യൻസിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ അത് ഔട്ട്പുട്ടിനനുസരിച്ചിട്ടല്ല. നേരത്തെ ഔട്ട്പുട്ടിനനുസരിച്ചിട്ടായിരുന്നു. ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നത് നമ്മൾ ഔട്ട്പുട്ടിനനുസരിച്ചിട്ട് അല്ല. ഫിഫ്ത്ത് വൺ ലേബർ കോസ്റ്റ് പെർ യൂണിറ്റ് ഡിക്രീസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഇതൊക്കെയാണ് ഇൻസെൻറ്റീവ് പ്ലാൻസിൻ്റെ 5 ഫീച്ചേഴ്സ്. ഇൻസെൻറ്റീവ് പ്ലാൻ ഫിക്സ് ചെയ്യുന്നതിനുള്ള കുറച്ച് മെത്തേഡ്സ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് ഫസ്റ്റ് വൺ ഹാൽസേ പ്രീമിയം പ്ലാൻ. ഹാൽസേ പ്രീമിയം പ്ലാനിൽ നമ്മൾ ഫസ്റ്റ് ഒരു സ്റ്റാൻഡേർഡ് ടൈം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് വർക്ക് നമ്മൾ നേരത്തെ തന്നെ പ്രിസ്ക്രൈബ് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞിട്ട് അവർ ആക്ച്വൽ എത്ര ടൈം ആണോ സ്പെൻഡ് ചെയ്തത് അതിനനുസരിച്ചുള്ള സ്പെൻഡ് ചെയ്തതിനുള്ള പേയ്മെൻറ്റ് അവർക്ക് നമ്മൾ ചെയ്യും. സ്റ്റാൻഡേർഡ് ടൈമിനെക്കാട്ടിലും കുറച്ച് സമയത്താണ് നമ്മൾ അവർ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ അഡീഷണൽ പേയ്മെൻറ്റ് കൊടുക്കും. ഒരു 50% ഓഫ് ദി വേജ് നമ്മൾ കൊടുക്കും. ഇപ്പം 8 മണിക്കൂറിലാണ് ഒരാളൊരു ജോബ് തീർക്കേണ്ടതെന്ന് വിചാരിക്കുക. ഇൻ കേസ് അയാൾ 7 hours തന്നെ ആ ജോബ് തീർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ 8 hours ക്യാഷ് അയാൾക്ക് കൊടുക്കും. അതായത് ഇപ്പോൾ 1 hour ജോലി ചെയ്യുന്ന ഒരാൾക്ക് 50 rupees ആണ്. അപ്പം 8 hours ആണ് ഒരു സ്റ്റാൻഡേർഡ് വർക്കിംഗ് അവേഴ്സ്. സ്റ്റാൻഡേർഡ് ജോബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈമാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ആ ഒരു ജോബ് തീർക്കാൻ 8 hours ആണ് ഒരു നോർമൽ ഒരാൾ എടുക്കുന്നത്, സ്റ്റാൻഡേർഡ് ടൈമായിട്ട് നമ്മൾ ഫിക്സ് ചെയ്തത്. അപ്പോൾ ജോബ് തീർക്കുമ്പോൾ ഒരാൾക്ക് 400 rupees ആണ് ശരിക്കും കിട്ടേണ്ടത്. ഇൻ കേസ് അയാൾ അത് 7 hours തീർക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എക്സ്ട്രാ വരുന്ന 1 hour നമ്മൾ നേരത്തെ ഫിക്സ് ചെയ്തതിൻ്റെ ബോണസായിട്ട് ഒരു 50% കൂടെ കൊടുക്കും. അതായത് ഇവിടെ ഇപ്പം 8 hours ഇതാണ്. 1 hour ജോബ് തീർക്കണമെന്നുണ്ടെങ്കിൽ 8 hours ആണ് നോർമലായിട്ട് എടുക്കുക. അതാണ് സ്റ്റാൻഡേർഡ്. 1 hour 50 rupees വെച്ചിട്ടാണെന്ന് വിചാരിക്കാം. അങ്ങനെ ആകുമ്പം സ്റ്റാൻഡേർഡ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് 400 ആണ്. ഇൻ കേസ് അയാൾ 7 hours തീർക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 1 hour ബോണസ് എന്ന് പറയുന്നത് 50 ഡിവൈഡഡ് ബൈ ഇൻറ്റു 50%. 50യുടെ 50% ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ 25. അപ്പം 425 rupees ആണ് അയാൾക്ക് കിട്ടുക. ഓക്കെ. വർക്കേഴ്സ് ഹു ഫെയിൽ ടു റീച്ച് ഈ സ്റ്റാൻഡേർഡിന് മീറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് മിനിമം ടൈം വേജ് തന്നെ കിട്ടും. അതായത് 400 തന്നെ കിട്ടും. കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ളവർക്ക് ആണ് ഈ ബോണസ് കിട്ടുക. അതിൻ്റെ ഒരു ഇല്ലുസ്ട്രേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതാണ് ഇക്വേഷൻ. ടി എന്ന് പറയുമ്പോൾ ടൈം റേറ്റ് ഇൻറ്റു ടി ടൈം, 6 റേറ്റ് ആണ്. 50% ഓഫ് ദ സ്റ്റാൻഡേർഡ് റേറ്റ് എന്നാണ്. അപ്പം സ്റ്റാൻഡേർഡ് ടൈം എത്ര എടുക്കുന്നു ഡിവൈഡഡ് മൈനസ് അയാൾ എടുത്ത സമയം, അതാണ് ടി ആക്ച്വൽ ടൈം ടേക്കൺ, അതിൻ്റെ ഹാഫ് ഇൻറ്റു റേറ്റ് എത്രയാണോ അത്. സോ ഇതിനകത്ത് ഇപ്പം സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്തിട്ടുള്ളത് 6 hours ആണ്, 8 hours ആണ്. അയാൾ ആക്ച്വലി എടുത്ത സമയം 6 hours ആണ്. റേറ്റ് പെർ അവർ എന്ന് പറയുന്നത് 7 hours ആണ്. അപ്പോൾ നമുക്കിവിടെ നോക്കാം. അപ്പം നോർമലായിട്ട് അയാൾക്ക് കിട്ടാനുള്ള ക്യാഷ് ആക്ച്വൽ ടൈം എടുത്തത് 6 into 7 എത്ര എടുത്തു? 6 into 7 എന്ന് പറയുമ്പോൾ 42. 42 പ്ലസ് ഹാഫ് ഓഫ് 2. ഈ 2 എവിടെ നിന്നാണ് വന്നത്? എക്സ്ട്രാ ഉള്ള സമയം, അതായത് സ്റ്റാൻഡേർഡ് ടൈം മൈനസ് ആക്ച്വൽ ടൈം. 8 minus 6 അതാണ് 8 minus 6 ആണ് ഈ കാണുന്ന ഈ 2. ഹാഫ് ഇൻറ്റു 2 ഇതിൻ്റെ ഹാഫ് ഇൻറ്റു 7 എത്രയാണോ റേറ്റ് പെർ അവർ അത് 7. അതും കൂടെ ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 2 into 7 14. 14 divided by 2
7. അപ്പോൾ 42 + 7 9 49. അങ്ങനെയാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി അടുത്ത മെത്തേഡാണ് റോവൻ പ്രീമിയം പ്ലാൻ. അത് നമുക്ക് നോക്കാം. ഇതിനകത്ത് നിന്ന് അവർ ജോബ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈമിനനുസരിച്ച് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് ബോണസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മാത്രമേ വ്യത്യാസമുള്ളൂ. അതായത് ഒരു സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്യും, ആക്ച്വൽ ടൈം നോക്കും. സ്റ്റാൻഡേർഡ് ടൈമിനെക്കാട്ടി കുറവാണ് ആക്ച്വൽ ടൈം എന്നുണ്ടെങ്കിൽ ബോണസ് കൊടുക്കും, അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ബോണസ് കൊടുക്കില്ല. പക്ഷേ ഇതിനകത്ത് എന്താ വ്യത്യാസം വെച്ച് കഴിഞ്ഞാൽ ബോണസ് കൊടുക്കുന്നത് സ്റ്റാൻഡേർഡ് ടൈമിൻ്റെ പ്രൊപ്പോർഷൻ അനുസരിച്ചാണ്. അതായത് എത്ര സമയമാണോ സേവ് ചെയ്തത് ആ സമയം സ്റ്റാൻഡേർഡ് ടൈമിൻ്റെ പ്രൊപ്പോർഷൻ നോക്കിയിട്ടാണ് നമ്മൾ ബോണസ് ഫിക്സ് ചെയ്യാം. ഇവിടെ ഇക്വേഷൻ ഉണ്ട്. ബോണസ് ഇതാണ്. ബോണസ് ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, ഇത് ടൈം ടേക്കൺ, ഇത് റേറ്റ് ഇൻറ്റു ടൈം സേവ്, എത്രത്തോളം സമയമാണോ സേവ് ചെയ്തത് അത്, ദെൻ സ്റ്റാൻഡേർഡ് ടൈം എസ്. ടോട്ടൽ ഏണിങ്സ് ആണെന്നുണ്ടെങ്കിൽ ടൈം ടേക്കൺ ഇൻറ്റു റേറ്റ്, പിന്നെ ഈ ബോണസും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നേരത്തെ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ടൈം ടേക്കൺ 6 × 7 42 പ്ലസ് ഇതിൻ്റെ തന്നെ ഈ 42 ഇൻറ്റു എത്ര സമയമാണോ നമ്മൾ സേവ് ചെയ്തത് 2 / 8. സ്റ്റാൻഡേർഡ് ടൈമിൻ്റെ പ്രൊപ്പോർഷൻ അനുസരിച്ചിട്ട് നമ്മൾ എത്ര സമയമാണ് സ്പെൻഡ് ചെയ്തത് അതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ബോണസ് കണ്ടുപിടിക്കുന്നത്. അതാണ് റോവൻ പ്രീമിയം പ്ലാൻ. ഈ രണ്ടെണ്ണത്തിൻ്റെയും ഡിസഡ്വാൻറ്റേജസ് അഡ്വാൻറ്റേജസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവരെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ എഫിഷ്യൻസി നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. എല്ലാ വർക്കറിനെയും നമ്മൾ ഒരേ മാതിരിയായിട്ടല്ല കൺസിഡർ ചെയ്യുന്നത്. അവരുടെ എത്രത്തോളം അവർ എഫിഷ്യൻ്റ് ആണെന്ന് നോക്കിയിട്ടാണ് അവർക്കുള്ള പേയ്മെൻറ്റ് ചെയ്യുന്നത്. എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സിന് കൂടുതലായിട്ടും ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സിനും അവരുടെ വർക്കിനനുസരിച്ചിട്ടാണ് നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്നത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്, നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കോംപ്ലിക്കേറ്റഡ് ആണ്. മറ്റേത് മാതിരി ഈസി ആയിട്ട് നമുക്ക് വെറുതെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടില്ല. നമ്മൾ പ്രൊപ്പോർഷൻസ് ഒക്കെ നോക്കിയിട്ട് വേണം കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലാണെങ്കിലും നമ്മൾ ക്വാളിറ്റി, അതായത് പ്രോപ്പർ സൂപ്പർവിഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് പ്രശ്നമാണ്. അപ്പം അതും കൂടെ നോക്കണം. ദെൻ ഈ ഇല്ലസ്ട്രേഷൻ എല്ലാത്തിൻ്റെ ടൈം റേറ്റും പീസ് വേജ് സിസ്റ്റം ആസ്ലിയും റോവൻ ഇതെല്ലാം കൂടെ കൂടിയിട്ടുള്ളതാണ്. അത് നിങ്ങൾ ആ ഇക്വേഷൻ വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി. ദെൻ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം വേറൊരു ഇൻസെൻറ്റീവ് മെത്തേഡാണ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. ഇവിടെയും സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യും. വർക്കേഴ്സിൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ അവരുടെ വർക്ക് അനുസരിച്ച് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ പീസ് റേറ്റ് കൊടുക്കുന്നത്. 3 മെത്തേഡാണുള്ളത്: ടെയ്ലർ, ഗാൻ ആൻഡ് മെറി. ഫസ്റ്റ് ടെയ്ലർ നമുക്ക് നോക്കാം. ടെയ്ലർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യും. അവർ ഇപ്പം ഇതിനകത്ത് മറ്റേതിനകത്ത് നമ്മൾ ടൈമാണ് നോക്കിയെന്ന് വെച്ചാൽ ഇതിനകത്ത് പീസ് റേറ്റ് ആണ്. അതായത് പീസിനനുസരിച്ച് അവരുടെ ഔട്ട്പുട്ടിനനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിൻ്റെ എണ്ണം നമ്മൾ ഫിക്സ് ചെയ്യും. എന്നിട്ട് ആ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യുന്നവർക്ക് ഒരു പെർസെൻറ്റേജ് ഓഫ് പീസ് റേറ്റും, അല്ലാത്തവർക്ക് അതിനെക്കാട്ടി താഴ്ന്നിട്ടുള്ളവർക്ക് വേറെ റേറ്റും, കൂടിയിട്ടുള്ളവർക്ക് വേറെ റേറ്റും. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലോവർ റേറ്റ് ഓഫ് സബ്സ്റ്റാൻഡേർഡ് പെർഫോമൻസസ് 80% ആണ്. ഹയർ റേറ്റിന് 120% ഓഫ് പീസ് റേറ്റ് ആണ്. ഇങ്ങനെ അവർ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. എക്സ്പേർട്ട് വർക്കേഴ്സിനെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ കുറച്ചും കൂടെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെയൊക്കെ സിസ്റ്റം കൊണ്ടുവരുന്നത്. ഒരു ലെവൽ ഓഫ് ഔട്ട്പുട്ട് നേരത്തെ തന്നെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അതായിരിക്കും സ്റ്റാൻഡേർഡ്. പിന്നെ അതൊന്ന് കുറഞ്ഞു പോകുന്നവർക്ക് 80% ഓഫ് പീസ് റേറ്റ് ആയിരിക്കും, കൂടുതലുള്ളവർക്ക് 120% ഓഫ് പീസ് റേറ്റ് ആയിരിക്കും. അവർ ഗ്യാരണ്ടീഡ് പേയ്മെൻറ്റ് പക്ഷേ ഇതിനകത്ത് ഇഗ്നോർ ചെയ്യുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തതിൻ്റെ കാൽക്കുലേഷനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ സ്റ്റാൻഡേർഡ് അലൗഡ് ടൈം 10 മിനിറ്റ്സ് ആണ്, 10 യൂണിറ്റ്സ് ആണ്. ഒരു അവറിൽ 10 യൂണിറ്റ്സ് ആണ് സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ. പീസ് പെർ
നോർമൽ പീസ് റേറ്റ് എന്ന് പറയുന്നത് 5 ആണ്. ദെൻ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് 80% ഓഫ് പീസ് റേറ്റ് ഫോർ അവർ നോർമൽ ഔട്ട്പുട്ട് ബിലോ സ്റ്റാൻഡേർഡ്. അതായത് 1 അവറിൽ 10 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ 5ന്റെ 80% ആയിരിക്കും അയാളുടെ പേയ്മെൻറ്റ് വരിക. ഈ സ്റ്റാൻഡേർഡിനെക്കാട്ടിലും എബോവ് ആണെന്നുണ്ടെങ്കിൽ 120% ആയിരിക്കും പേയ്മെൻറ്റ് വരിക. അതായത് ഈ 5ന്റെ 120% ആയിരിക്കും പേയ്മെൻറ്റ് വരിക. ഇവിടെ രണ്ടാൾക്കാരാണുള്ളത്, എയും ബിയും. എ 8 അവേഴ്സിൽ രണ്ടുപേരും 8 അവേഴ്സ് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. 8 അവേഴ്സിൽ 75 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. ബി 100 യൂണിറ്റ്സ് ആണ്. ഈ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എത്രയാണ്? 8 ഇൻറ്റു 10 ആണ്. അപ്പോൾ 80 ആണ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് വരുന്നത്. ഓക്കെ, ഇതാണ് സ്റ്റാൻഡേർഡ്. ഈ 75 എന്ന് പറയുമ്പോൾ 80നേക്കാട്ടി താഴെയാണ്. അപ്പം ഇത് സബ് സ്റ്റാൻഡേർഡ് ആണ്. അപ്പം ഇത് എക്ക് കൊടുക്കേണ്ടത് നമ്മൾ 80% പീസ് റേറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. ബി പ്രൊഡ്യൂസസ് 100 യൂണിറ്റ്സ്, 80നേക്കാട്ടും മേലെയാണ്. അപ്പം അത് എബോവ് സ്റ്റാൻഡേർഡ് ആണ്. അപ്പം നമ്മൾ 120% പീസ് റേറ്റിലാണ് കൊടുക്കുക. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. കണ്ടോ? ഇപ്പം പീസ് റേറ്റ് 5 ഡിവൈഡഡ് ബൈ 10.5 പെർ യൂണിറ്റ്. അങ്ങനെ 75 യൂണിറ്റ്സിന് എത്ര കിട്ടും? ഇൻറ്റു അതിൻ്റെ 80% എടുക്കണം, അപ്പോൾ 30. അതേമാതിരി ഇവിടെ ഏർണിങ്സ് ഓഫ് ബി 100 ആണ് ഔട്ട്പുട്ട്, ഇൻറ്റു 0.50 പീസ് റേറ്റ്, ഇൻറ്റു അതിൻ്റെ 120% ആണ് അയാൾക്ക് കിട്ടുക, അപ്പോൾ 60. ഇതാണ് ടെയ്ലറിൻ്റെ ബോണസ് സിസ്റ്റം, ടെയ്ലറിൻ്റെ സിസ്റ്റം. ഇനി അടുത്തത് ഗാൻഡാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഇതുപോലെയൊക്കെ തന്നെയാണ്, കുറച്ച് വ്യത്യാസമുള്ളൂ. ഇതിൻ്റെ ടൈമിൻ്റെ ഇതിനനുസരിച്ച് ഔട്ട്പുട്ട് നമ്മൾ നേരത്തെ തന്നെ ഫിക്സ് ചെയ്ത് വെക്കും. ബിലോ ഔട്ട്പുട്ട് ആണെങ്കിൽ ഔട്ട്പുട്ട് സ്റ്റാൻഡേർഡ് ആണെന്നുണ്ടെങ്കിൽ ഗ്യാരൻറ്റീഡ് ടൈം റേറ്റ് കൊടുക്കും. അതായത് ഇപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും, അത്രയും തന്നെ ഔട്ട്പുട്ട് അയാൾ സ്റ്റാൻഡേർഡ് ടൈമിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗ്യാരൻറ്റീഡ് ടൈം റേറ്റ് ആയിരിക്കും കൊടുക്കുക. ഔട്ട്പുട്ട് അറ്റ് സ്റ്റാൻഡേർഡ് ബിലോ സ്റ്റാൻഡേർഡ് ആണെന്നുണ്ടെങ്കിൽ ടൈം റേറ്റ് ആണ് കൊടുക്കുക. ഔട്ട്പുട്ട് അറ്റ് സ്റ്റാൻഡേർഡ് ആണെന്നുണ്ടെങ്കിൽ 20% ഓഫ് ടൈം റേറ്റ്. ഔട്ട്പുട്ട് എബോവ് സ്റ്റാൻഡേർഡ് ആണെന്നുണ്ടെങ്കിൽ ഹൈ പീസ് റേറ്റ് സിസ്റ്റമാണ് ഫോളോ ചെയ്യുക. ഇതാണ് ഗൺ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ഔട്ട്പുട്ട് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യും. അതിനെക്കാട്ടിലും കുറവാണ് ഔട്ട്പുട്ട് എന്നുണ്ടെങ്കിൽ ടൈമിനനുസരിച്ചിട്ടായിരിക്കും കൊടുക്കുക. ഇപ്പോൾ നേരത്തെ ഞാൻ ഫസ്റ്റ് പറഞ്ഞ എക്സാമ്പിൾ 8 അവേഴ്സ് വർക്ക് ചെയ്യുന്ന ഒരാൾ ചെയറാണെന്ന് വിചാരിക്കാം. അപ്പം ഒരു അവറിൽ ഒരു ചെയർ ഉണ്ടാക്കുന്നതാണ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്. അപ്പോൾ ഒരാൾ 8 ചെയർസ് നോർമലായിട്ട് ഉണ്ടാക്കണം. അയാൾ 8 ചെയർസ് ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് ടൈം റേറ്റ് സിസ്റ്റത്തിനാണ് വേജ് കൊടുക്കുക. അയാൾ 8 ചെയർസിനെ കറക്റ്റായിട്ട് 8 ചെയർസാണ് ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ അയാൾക്ക് ബോണസായിട്ട് 20% ഓഫ് ടൈം റേറ്റും കൂടെ 20% എക്സ്ട്രാ ബോണസായിട്ട് കൊടുക്കും. എബോവ് സ്റ്റാൻഡേർഡ് ആണെന്നുണ്ടെങ്കിൽ ഹൈ പീസ് റേറ്റ് സിസ്റ്റമാണ് ഫോളോ ചെയ്യുക. അതിൻ്റെ ഇല്ലുസ്ട്രേഷനാണ് ഇവിടെ. അപ്പം സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറയുന്നത് 5 rupees പെർ അവർ. സ്റ്റാൻഡേർഡ് അവർ ഓഫ് ദി ജോബ് 8 hours. ബോണസ് 20% ഓഫ് ദി സ്റ്റാൻഡേർഡ് ടൈം. ദെൻ വർക്കർ എ കംപ്ലീറ്റ്സ് ദി വർക്ക് ഇൻ 10 hours. വർക്കർ എ 10 hours എടുക്കുന്നുണ്ട്. വർക്കർ ബി 8 hours എടുക്കുന്നുണ്ട്. വർക്കർ സി 6 hours ആണ് എടുക്കുന്നത്. സ്റ്റാൻഡേർഡ് അവർ എന്ന് പറയുമ്പോൾ 8 hour. നേരത്തെ മാതിരി ഔട്ട്പുട്ട് അല്ല, അത് കാരണം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ 8നേക്കാട്ടും കൂടുതൽ 10 ആണ്. അത് കാരണം ഇയാൾ എ ആണ് കൂടുതൽ എഫിഷ്യൻ്റ് എന്ന് വിചാരിക്കരുത്. ടൈമിൻ്റെ ബേസിസിലാകുമ്പോൾ നമ്മൾ നോക്കണം, ആ സമയത്തിനുള്ളിൽ നമ്മൾ തീർക്കാൻ വേണ്ടിയിട്ട് നോക്കണം. അപ്പോൾ അതിനെക്കാട്ടി കുറവാണ് വേണ്ടത്. ഈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഈ 8നേക്കാട്ടിൽ കുറവുള്ളതാണ് എഫിഷ്യൻറ്റ്. അപ്പോൾ സി ആണ് എഫിഷ്യൻറ്റ്. 8 അറ്റ് സ്റ്റാൻഡേർഡ് ആണ്, 10 ബിലോ സ്റ്റാൻഡേർഡ് ആണ്. അപ്പം എ ബിലോ സ്റ്റാൻഡേർഡ് ആണ്. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടേഷൻ നമുക്ക് നോക്കാം. വേജസ് ഫോർ 10 hours. 10 hoursന് റേറ്റ് സിസ്റ്റം എത്ര? 5 per hour ആണ്. അപ്പം എക്ക് കിട്ടുന്നത്
ടൈം റേറ്റ് സിസ്റ്റത്തിലാണ്. അതായത് 10 × 5 50 കിട്ടും. ഇനി ബി കംപ്ലീറ്റ്സ് ദ വർക്ക് ഇൻ 8 hours. 8 hours അറ്റ് സ്റ്റാൻഡേർഡ് ആണ്. അപ്പം ₹40 + 20% ഓഫ് 8 hours, അതായത് 48 hours. ഇനി wages for 6 hours. 6 hours വേജസ്. അപ്പം അത് ഇതേമാതിരി 40 + 20% ഓഫ് 8 hours. ഇതിനകത്ത് പീസ് റേറ്റ് കൊടുത്തിട്ടില്ല. ശരിക്കും പീസ് റേറ്റിലാണ്, ഹൈ പീസ് റേറ്റിലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ഈ ഇല്ലുസ്ട്രേഷനിൽ അവർ പീസ് റേറ്റ് കൊടുക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. പക്ഷേ ഏണിങ്സ് പെർ അവർ നോക്കുമ്പോഴത്തേനും നമുക്ക് കാണാൻ കഴിയും സിക്ക് തന്നെയാണ് ഏണിങ്സ് പെർ അവർ കൂടുതലുള്ളത്. എ ആണ് എഫിഷ്യൻ്റ് അല്ലാത്തത്, അപ്പോൾ 5. ഓക്കെ. ഇനി നെക്സ്റ്റ് മെത്തേഡ് മെറിറ്റ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. ഇതൊരു മൾട്ടിപ്പിൾ പീസ് റേറ്റ് സിസ്റ്റമാണ്. എല്ലാ വർക്കേഴ്സും അവരുടെ ഔട്ട്പുട്ടിനനുസരിച്ച് മാത്രമാണ് ഇവിടെ പേയ്മെൻറ്റ് ചെയ്യുന്നത്. ഒരു മിനിമം ടൈം റേറ്റ് വേജ് ഒന്നും ഇവിടെ ഗ്യാരണ്ടി ചെയ്യുന്നില്ല. ഇതിനകത്ത് എങ്ങനെയാണ് പേയ്മെൻറ്റ് നടത്തുന്നത് എന്നുള്ളതാണ് ഇത്. അവരുടെ എഫിഷ്യൻസി ഇങ്ങനെയാണ് നോക്കുന്നത്. അവരെത്രത്തോളം അവർ സ്റ്റാൻഡേർഡുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എത്ര പെർസെൻറ്റേജ് എഫിഷ്യൻസി അവർക്കുണ്ട് നോക്കുക. അതിനനുസരിച്ച് നോർമൽ പീസ് റേറ്റ് ആണോ, 110% ഓഫ് നോർമൽ പീസ് റേറ്റ് ആണോ, 120 നോർമൽ പെർസെൻറ്റേജ് ഓഫ് പീസ് റേറ്റ് ആണോ എന്ന് ഫിക്സ് ചെയ്യും. നമുക്ക് ഇല്ലുസ്ട്രേഷൻ കാണുമ്പോൾ ഒന്നും കൂടെ നന്നായിട്ട് മനസ്സിലാവും. ഇതിനകത്ത് പീസ് റേറ്റ് എന്ന് പറയുന്നത് 20 ആണ്. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് 24 യൂണിറ്റ്സ് ആണ്. ഇവിടെ നമ്മൾ നമ്പർ നോക്കണം. അതിനകത്ത് ഇപ്പം ഔട്ട്പുട്ട് ഓഫ് എ എന്ന് പറയുന്നത് 16 യൂണിറ്റ്സ് ആണ്. അപ്പം എങ്ങനെയാണ് നമ്മൾ 16 യൂണിറ്റ്സ് ഇതിനകത്ത് ഏത് എഫിഷ്യൻസി ലെവലാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? ഏത് ലെവൽ ഓഫ് എഫിഷ്യൻസി ആണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? 16 നമുക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ട്രൈ ചെയ്യാം. 16 ഇതാണ് എൻ്റെ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ 24 × 100. അപ്പോൾ നമുക്ക് അവരുടെ ലെവൽ ഓഫ് എഫിഷ്യൻസി കിട്ടും. ഇതേമാതിരി നിങ്ങൾ 3 ആൾക്കാർ എൻ്റെയും ബിൻ്റെയും സിൻ്റെയും എഫിഷ്യൻസി ചെക്ക് ചെയ്യുക. എന്നിട്ട് ഇവരുടെ എഫിഷ്യൻസി ലെവൽ ഇതിൽ ഏതിലാണെന്ന് നോക്കുക. ഇവരുടെ എഫിഷ്യൻസി ലെവലിനനുസരിച്ച് നോർമൽ പീസ് റേറ്റ് ആണോ, അത് 110% ഓഫ് നോർമൽ പീസ് റേറ്റ് ആണോ, 120% ഓഫ് പീസ് റേറ്റ് നോർമൽ പീസ് റേറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പം ഇവിടെ ഇതിനകത്ത് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. 16 ഡിവൈഡഡ് ബൈ 24 × 100. അപ്പം എൻ്റെ എഫിഷ്യൻസി 67% ആണ്. 67% ഏത് എഫിഷ്യൻസി ലെവലാണ്? ഫസ്റ്റ് വൺ അപ് ടു 83% ഓഫ് ദി സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ 24 ആണ്. അപ്പം അതിൻ്റെ 83%-ന് താഴെയാണ് 67. അതുകൊണ്ട് തന്നെ അയാൾക്ക് എന്താണ് നോർമൽ പീസ് റേറ്റ് സിസ്റ്റമാണ്. അതായത് 16 × 20. അപ്പം അയാൾക്ക് 320 കിട്ടും. ഇനി ബീൻ്റെ എഫിഷ്യൻസി നോക്കാം. അയാൾ 21 ആണ്. അയാളുടെ എഫിഷ്യൻസി നോക്കുമ്പോൾ 87.5% ആണ് എഫിഷ്യൻസി. 83% തൊട്ടിട്ട് 100% വരെയാണ് ലെവൽ 2 ഓഫ് എഫിഷ്യൻസി. അയാൾക്ക് 110% ഓഫ് നോർമൽ പീസ് റേറ്റ് സിസ്റ്റം. അപ്പോൾ എങ്ങനെയാണ്? 21 ആണ് നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻറ്റു 22. ഈ 22 എങ്ങനെ കിട്ടാം? നോർമൽ പീസ് റേറ്റ് എത്രയാണ്? 20 ആണ്. അപ്പം 20 + 110%. 20 × 110%. അതാണ് ഈ 22 എന്ന് പറയുന്നത്. 20 × 110%. ഈ 22ൻ്റെ കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത്. ഇതാണ് പീസ് റേറ്റ് വരിക. ഈ എഫിഷ്യൻസി ലെവലിൽ എത്ര പെർസെൻറ്റേജാണ്? 110% ആണ് പീസ് റേറ്റ് സിസ്റ്റം വരിക. അപ്പോൾ 20 ആണ് നോർമൽ പീസ് റേറ്റ്. അതിൻ്റെ 110%. ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത് 22. ഓക്കെ, അപ്പോൾ വേജ് പറയുന്നത് നമ്മൾ പീസ് എത്രയാണ്, എത്ര പീസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു ഇൻറ്റു പീസ് റേറ്റ് സിസ്റ്റം. പീസ് എത്ര റേറ്റ് ആണോ അത് 22. അപ്പോൾ 462. ഇനി സിൻ്റെ ലെവൽ ഓഫ് എഫിഷ്യൻസി എന്ന് പറയുന്നത് 100-നെക്കാട്ടി കൂടുതലാണ്. അപ്പോൾ അത് തേർഡ് ലെവൽ ഓഫ് എഫിഷ്യൻസിയാണ് വരിക. അവർക്ക് എത്രയാണ്? 120% ഓഫ് പീസ് 120% ഓഫ്
നോർമൽ പീസ് റേറ്റിനെക്കാട്ടിലും 120 അതിൻ്റെ നോർമൽ പീസ് റേറ്റിൻ്റെ 120% ആണ് 100% മേലെ എഫിഷ്യൻസിയിൽ ആൾക്കാർ കൊടുക്കുക. അപ്പോൾ നേരത്തെ കണ്ടത് 20 × 120% ഇൻറ്റു എത്ര പീസാണോ പ്രൊഡ്യൂസ് ചെയ്തത് അത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം അവയാൾക്ക് കൊടുക്കേണ്ട റേറ്റ് എത്രയാണ്, വേജ് എത്രയാണ് കിട്ടും. അപ്പോൾ ഇവിടെ 600. അതാണ് ലാസ്റ്റ് മെത്തേഡ്. ഇനി അടുത്തത് ഗ്രൂപ്പ് ബോണസ് സ്കീം. ബോണസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സിന് മാത്രമാണ് നമ്മൾ ബോണസ് കൊടുക്കുക. അതിൻ്റെ മെയിൻ ഫീച്ചേഴ്സാണ് നമ്മൾ പറയുന്നത്. ഇതിന് റിവാർഡ്, അത് ബോണസ് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ എംപ്ലോയീസിന് റിവാർഡ് കൊടുക്കുന്നൊന്നുമില്ല. അവർക്ക് കുറച്ചും കൂടെ നമ്മളെ കമ്പനിയിൽ നിർത്തിക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് നമ്മളെ കമ്പനിയോട് ഒരു ഇഷ്ടം വരാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ബോണസ് കൊടുക്കാറ് സാധാരണ. അപ്പം അതിൻ്റെ ക്യാരക്ടേഴ്സാണ്. ബോണസ് ഈസ് പെയ്ഡ് ഫോർ കളക്റ്റീവ് എഫിഷ്യൻസി ഇൻ പ്രൊഡക്ഷൻ. അതായത് മൊത്തത്തിലൊരു പ്രൊഡക്ഷൻ കൂടുതലുണ്ട്, അല്ല നമ്മളെ ഇപ്പം ഓണമാകുമ്പം ഓണം ബോണസ് അങ്ങനെയൊക്കെ പറയും. ഇപ്പം വലിയൊരു ഷോപ്പൊക്കെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ സെയിൽസ് കൂടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ സമയത്തൊരു ഭയങ്കര ഇപ്പോൾ ഓണത്തിൻ്റെ സമയത്തൊക്കെ സെയിൽസ് കൂടാനുള്ളൊരു ചാൻസ് ഉണ്ട്. എല്ലാവരും ഡ്രസ്സ് എടുക്കുന്ന സമയമൊക്കെയാണ്. അപ്പോൾ ആ സമയത്ത് ബോണസ് കൊടുക്കും. കാരണം അവർ കൂടുതലായിട്ട് വർക്ക് ചെയ്യേണ്ടി വരികയാണ്. അപ്പോൾ അവരുടെ എഫിഷ്യൻസി അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവരുടെ കളക്റ്റീവായിട്ടുള്ള എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട് നമ്മൾ ബോണസ് കൊടുക്കും. Then second one is payable to a group of workers for the joint output. അവരുടെ ജോയിൻറ്റ് ഔട്ട്പുട്ടിനാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ബോണസ് കൊടുക്കുന്നത്. ഒരു ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സിന് നമ്മൾ അവരുടെ മൊത്തത്തിലുള്ള സ്റ്റാഫിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ബോണസ് കൊടുക്കുന്നത്. ഓണം ബോണസ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാണ് കൊടുക്കുക. Then the distribution of bonus to the individual members of the group is made on some agreed basis or any specified proportions. ഇൻഡിവിജ്വൽ മെമ്പേഴ്സിന് ബോണസ് കൊടുക്കും, പക്ഷെ അത് നേരത്തെ തന്നെ ഇപ്പം സെയിൽസ് നടത്തുന്നത് തന്നെയാണെങ്കിൽ ഇപ്പം ഇത്ര കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്ത്, ഇപ്പോൾ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലാണെന്നുണ്ടെങ്കിൽ സെയിൽസ് ഗേൾസും സെയിൽസ് മെന്നൊക്കെ ഉണ്ടാകും. അവർ എത്ര കസ്റ്റമേഴ്സിനെ അവർ ഡീൽ ചെയ്തു എന്നുള്ളത് നോക്കിയിട്ടും എണ്ണോ, പിന്നെ അവരാൾ ഡീൽ ചെയ്ത കസ്റ്റമേഴ്സ് എത്രത്തോളം എമൗണ്ടിൻ്റെ പർച്ചേസ് നടത്തിയിട്ടുണ്ട്, അപ്പം അതിനൊക്കെ അനുസരിച്ചിട്ടൊക്കെ ഇൻഡിവിജ്വൽ മെമ്പേഴ്സിന് നമുക്ക് ബോണസ് കൊടുക്കാനായിട്ട് കഴിയും. Then fourth one, efficiency, team effort governing in the efficiency. പ്രൊഡക്ഷന് ടീം എഫേർട്ട് കൂടെ നമ്മൾ കൺസിഡർ ചെയ്യും. അങ്ങനെ ആകുമ്പം എംപ്ലോയീസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീഷൻ മാത്രമല്ല, അവർ തമ്മിലൊരു കോപ്പറേഷനും കൂടെ ഉണ്ടാകും. അല്ലാതെ ബോണസ് മാത്രമാണ്, അല്ലാതെ ഇൻഡിവിജ്വൽ ബോണസ് മാത്രമാണെന്നുണ്ടെങ്കിൽ ഒരു കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും, കോപ്പറേഷൻ കുറവായിരിക്കും. പക്ഷെ ഗ്രൂപ്പ് ബോണസ് സ്കീമാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അവർ തമ്മിലുള്ള ഒരു കോപ്പറേഷൻ കൂടാനും എഫിഷ്യൻസി കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ദ നെക്സ്റ്റ് ക്യാരക്ടർ വെച്ച് കഴിഞ്ഞാൽ മെത്തേഡ് ഓഫ് പേയ്മെൻറ്റ് ബൈ റിസൾട്ടിൻ്റെ ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുക എപ്പോഴും. അതല്ലാതെ വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം നമുക്ക് ബെനിഫിറ്റ് കമ്പനിയിൽ ഉണ്ടായിട്ടുണ്ട്, അവരുടെ വർക്കിൻ്റെ റിസൾട്ടിനനുസരിച്ചിട്ടാണ് നമ്മൾ ബോണസ് കൊടുക്കുക. അല്ലാതെ വെറുതെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സെയിൽസ് കൂടിയിട്ടില്ല, പ്രൊഡക്ഷൻ കൂടിയിട്ടില്ല, നമുക്ക് കസ്റ്റമേഴ്സിന് എണ്ണൊന്നും പ്രത്യേകിച്ച് വേരിയേഷൻ ഒന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വെറുതെ ബോണസ് കൊടുക്കില്ല. അങ്ങനെ ബോണസ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ വർക്ക് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും ഓണമാകുമ്പോൾ ബോണസ് കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവർ കൂടുതലായിട്ട് എഫേർട്ട് ഇടാനായിട്ട് നിൽക്കില്ല. അപ്പോൾ അവർ റിസൾട്ടിന് ബേസ് ചെയ്തിട്ട് വേണം എപ്പോഴും ബോണസ് കൊടുക്കാനായിട്ട്. ദെൻ നെക്സ്റ്റ് വൺ, ക്രിയേറ്റ് എ ടീം സ്പിരിറ്റ്. ഒരു ഓവറോൾ ഗ്രൂപ്പിന് കൊടുക്കുമ്പം അവരുടെ ഒരു ടീം സ്പിരിറ്റ് ഉണ്ടാക്കാനായിട്ടും അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും ഗ്രൂപ്പ് ബോണസ് സ്കീം. ദെൻ നെക്സ്റ്റ് വൺ, ഓപ്പർച്യൂണിറ്റി ഓൾസോ ടു പെർഫോമൻസ് ഡീൽസ് ഓഫ് എഫിഷ്യൻസി ഇൻ ഔട്ട്പുട്ട്. ഇത് എല്ലാവർക്കും കൂടെ എല്ലാവരുടെയും കൂടെ ഓരോ ഓപ്പർച്യൂണിറ്റിയാണ്. ഇത് ബെറ്റർ ഇനിഷ്യേറ്റീവ് എടുക്കാൻ വേണ്ടിയിട്ടും എല്ലാ കാര്യത്തിനും അവരുടേതായിട്ടുള്ള കാര്യം കോൺട്രിബ്യൂട്ട് ചെയ്യാനും എല്ലാവർക്കും വേണ്ടി, ഫോർമാനും സൂപ്പർവൈസർ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണിത്. അല്ലാതെ ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രമല്ല, എല്ലാവരെയും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഗ്രൂപ്പ് ബോണസ് സ്കീം വർക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും കൂടെ ഉള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഗ്രൂപ്പ് ബോണസ് സ്കീം. അപ്പോൾ ഐ തിങ്ക് ഈ ചാപ്റ്റർ ഇവിടെ തീർന്നു. ഓക്കെ, താങ്ക് യു.